പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഒരു തിരുമണിക്കൂറുകൾ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ എത്രത്തോളം തമ്പുരാൻ ഓരോ നിമിഷവും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. ഈ ഒരു നിമിഷം ഒരു പക്ഷേ ഈശോയോടുകൂടി ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഓരോ നിമിഷവും ആ സ്നേഹം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഓരോ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കാരണം ഓരോ നിമിഷവും ഓരോ മനുഷ്യരും പലപ്പോഴും ആഗ്രഹിക്കുന്നത് കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കണേ എന്നാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന പല വചനഭാഗങ്ങളും പറഞ്ഞു വെക്കുന്നത് ഒരു പ്രേക്ഷിത ദൗത്യത്തെ പറ്റിയിട്ടാണ്. അവൻ അവരെ സ്നേഹിച്ചതുപോലെ, അവൻ അവരെ നോക്കിയതുപോലെ, അവൻ അവരെ ചേർത്ത് പിടിച്ചതുപോലെ ഞാനും നീയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സുവിശേഷമായിട്ട് മാറേണ്ടതുണ്ട് ഓരോ നിമിഷവും. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നതും ജായറോസ് എന്ന് പറയുന്ന ആളുടെ മകളെ സുഖപ്പെടുത്തുന്നതും അന്ധനെ സുഖമാക്കപ്പെടുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു വചനഭാഗത്തിൻ്റെ അവസാനം പറയുന്നത് ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നിയെന്നാണ്. ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരായിരിക്കുന്ന ഓരോ ഇടങ്ങളോ കണ്ടുകൊണ്ട് മാത്രമല്ല, വേറെ കുറേ കാരണങ്ങൾ കൊണ്ട് തമ്പുരാന് അവരോട് കരുണ തോന്നേണ്ടതുണ്ട്. ആ ഒരു അനുകമ്പ എന്ത് തോന്നി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം തമ്പുരാൻ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അവരാട്ടിടിയിലില്ലാത്ത പോലെ അനാഥരായിരുന്നു. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടതൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എന്നെ താങ്ങാനും ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ കൂട്ടായി നിർത്താനും ഒരാളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈ ഒരു വചനഭാഗം വളരെ ഭംഗിയായിട്ട് നോക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ജായറോസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ കടന്നു ചെല്ലുമ്പോൾ ജായറോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരുന്നു. ആ പേരിൻ്റെ അർത്ഥം അത് തന്നെയാണ്, പ്രകാശം പേറുന്നവൻ അല്ലെങ്കിൽ പ്രകാശത്താൽ നയിക്കപ്പെടുന്നവൻ. ആ ഒരു മനുഷ്യ ജീവിതത്തെ വിശ്വാസത്താൽ ഓരോ നിമിഷവും നയിക്കപ്പെടുമ്പോഴും ക്രിസ്തു ആ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ആ ഒരു വിശ്വാസത്തെ പ്രതിയാണ് തമ്പുരാൻ കാര്യങ്ങളിലെല്ലാം വ്യാപൃതനാകുന്നത്. ആ ഒരു വചനഭാഗത്തിന് തുടക്കത്തിലേ നമുക്ക് കാണാം, ആ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്വാഗതം സ്വീകരിച്ച ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ദുഃഖാർത്ഥരായിട്ടുള്ള കുടുംബാംഗങ്ങളോടും ഒപ്പം ഒരു മരണം ആഘോഷമാക്കുന്ന ആ ഒരു വ്യക്തികളോടും പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ബാലിക മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ബാലിക മരിച്ചിട്ടില്ല, ബാലിക ഉറങ്ങുകയാണ്. സുവിശേഷം വളരെ ഭംഗിയായിട്ട് കോർത്തിണക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഓരോ മരണത്തെ ആഘോഷമാക്കിയിരുന്ന കുറച്ച് വ്യക്തികൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. കിന്നരം മീട്ടിയും പ്രാർത്ഥനകൾ ആലപിച്ചും അവരന്ന് ആ ഒരു മരണയാത്രയെ ആഘോഷമാക്കിയപ്പോൾ അത്രയും മരണം കണ്ട ആ വ്യക്തികളോടാണ് പറയുന്നത്, തങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഈ ബാലിക മരിച്ചിട്ടില്ല എന്ന്, അവൾ ഉറങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഒരു ശാരീരികമായ നമ്മുടെ ആശ്വാസത്തിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും തകർന്നടിയുമ്പോൾ ഈ ഒരു മരണയാതന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, മരണമെന്ന് പറയുന്നത് എപ്പോഴും ജീവനില്ലാത്തൊരു അവസ്ഥയാണ്. ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറി പോകുമ്പോൾ
ഇടയ്ക്ക് എവിടെയോ നമുക്ക് ഇതുപോലെയുള്ള മരണയാതനകൾ അനുഭവിക്കുന്നുണ്ട്. ഒരു നീണ്ട ഫുൾ സ്റ്റോപ്പ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലപ്പോഴും തമ്പുരാന് നേരെ നമ്മൾ പലപ്പോഴും തിരിയാറുണ്ട്. എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട് അപ്പ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? ആ ഒരു ഭവനത്തിലേക്ക് തമ്പുരാൻ കടന്നു ചെല്ലുമ്പോഴും തമ്പുരാൻ അവരോടും പറയുന്നത് അത് തന്നെയാണ്, ബാലിക ഉറക്കത്തിലാണ്. ഒരുപക്ഷെ എൻ്റെ ഹൃദയ കവാടം തുറന്ന് തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ എൻ്റെ സഹചാരികളുടെ വിശ്വാസ നിമിത്തം എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ എന്തെങ്കിലും പ്രവേശിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റിലുമുള്ള പല ആൾക്കാരും മരണത്തെ നമ്മൾ അതിജീവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തമ്പുരാൻ അതിനോടെല്ലാം പറയുന്നത് ഉറങ്ങുകയാണെന്നാണ്. ഓർക്കുക, പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു മാനസികാവസ്ഥയിൽ തുടരുമ്പോൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു വയ്ക്കുന്നത് ഇതൊക്കെ മരണപ്പെട്ടു എന്നാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളും ആ ഒരു നിർജീവാവസ്ഥയിലാണെന്ന്. ഒരു കാലത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ്, ചച്ചാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു നിർജീവാവസ്ഥ ആ മനുഷ്യ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. അവൻ്റെയും എൻ്റെയും ജീവിതത്തിലേക്ക് കരുണ ചൊരിയാനാണ് തമ്പുരാൻ കടന്നു വന്നിരിക്കുന്ന തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കണം. ഒരുപക്ഷെ ആ ഒരു വചനഭാഗത്തിൻ്റെ അവസാനം തമ്പുരാൻ ആ മക്കളോട് കരുണ തോന്നി അല്ലെങ്കിൽ അനുകമ്പ തോന്നി എന്ന് വചനം ആവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, അതിനൊരു കാരണമുണ്ടായിരുന്നു. അവര് ആട്ടിടയരില്ലാത്ത അനാഥരായിരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ദൗത്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. എന്താണ് ഈ പ്രേക്ഷിത ദൗത്യം? ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ അപ്പുറത്തോട്ട് പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിശ്വാസം നമ്മൾ ജീവിക്കുന്ന ഓരോ അവസ്ഥയിലും ഈ ലോകം നമ്മളെ ഒറ്റപ്പെടുത്തുമെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. കളിയാക്കലുകളും നിന്ദനങ്ങളും വേദനിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിശ്വാസം നിമിത്തം തമ്പുരാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ അല്പവിശ്വാസിയാണോ അതോ എൻ്റെ വിശ്വാസ നിമിത്തം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസ നിമിത്തം തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർത്തിരിക്കാം. കാരണം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലും തമ്പുരാൻ അനുകമ്പ തോന്നണേ എന്നാണ്. പലപ്പോഴും ഒരു കഥകിൻ്റെ അപ്പുറത്ത് പലപ്പോഴും നമ്മൾ കരഞ്ഞും അല്ലെങ്കിൽ ദുഃഖാർത്ഥനായിട്ട് പല നിമിഷവും ദൈവസന്നിധിയിൽ നമ്മൾ പരാതികൾ ഉയർത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരു ദൈവാനുഭവത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവം എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈശോയെ നിന്നൊരു തൊട്ട അനുഭവം പോലും എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നില്ല. ഞാൻ എത്രയും വിശ്വസ്തനായിട്ട് ഓരോ നിമിഷവും എൻ്റെ വിശ്വാസ ജീവിതം നയിക്കുമ്പോഴും എന്തുകൊണ്ട് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് നീ അനുകമ്പ തോന്നി വരുന്നില്ല? പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? ഈ ഒരു കാര്യം പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയാൻ തമ്പുരാൻ ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കരുണ ചൊരിയാൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനോഭാവം അതിനെതിരെ എന്താണ്? സ്നേഹത്തോടെ സാന്ത്വനത്തോടെ എനിക്ക് പരമേൽപ്പിച്ചു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. ഒരുപക്ഷെ 9-ാം അധ്യായത്തിൻ്റെ ഒരു ആദ്യഭാഗം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു രക്തസ്രാവകാരി ഈശോയുടെ ആ ഒരു വസ്ത്രത്തിൻ്റെ ഇടുമ്പിൽ തൊടുന്നതാണ്. ഓരോ വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എന്തുകൊണ്ട് ജീവിതത്തിൽ അത്രത്തോളം അടുത്തൊരു വ്യക്തി തമ്പുരാന്റെ മുമ്പിൽ പലപ്പോഴായിട്ട് പറയുന്നു, അല്ലെങ്കിൽ പലപ്പോഴും പരാതികൾ ഉയർത്തിയിട്ടുണ്ടാവും. അത്രയും വേദനത്തിലും സങ്കടത്തിലും പലപ്പോഴും കടന്നു പോകുമ്പോഴും ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് പ്രവർത്തിക്കണേ എന്നാണ്. ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വചനം ആവർത്തിക്കുമ്പോൾ ആ സ്ത്രീ അന്ന് ഈശോയുടെ മുമ്പിലേക്ക് വെച്ചത്, ഈശോയെ ഒരു വാക്ക് മാത്രം മതി. അത്രത്തോളം ആഴത്തിലുള്ള ആ ഒരു വിശ്വാസം ആ ഒരു രക്തസ്രാവക്കിനി ഏറ്റു പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു അല്പവിശ്വാസിയായിട്ട് മാറിയിട്ടുണ്ടോ എന്നാണ്. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയാനുള്ള
അല്ലെങ്കിൽ കരുണ ചൊരിയപ്പെടാനുള്ള ആ ഒരു അവസരം പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഓർക്കണം, ഓരോ നിമിഷവും തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ കവാടം തുറന്നിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഹൃദയ കവാടം തുറന്ന് ഈശോയെ സ്വാഗതം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള കാര്യം പലപ്പോഴും നമുക്ക് ഓർത്തിരിക്കാം. ഓരോ നിമിഷവും നമ്മുടെ തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പാപേക്ഷ കൊണ്ടോ പലപ്പോഴും ഈശോയെ ഒന്ന് സ്വാഗതം ചെയ്യാൻ പോലും പലപ്പോഴും നമുക്ക് മടിയാണ്. എന്തെങ്കിലും ആത്മാവിനെ തിരുത്തി അവിടുത്തെ സ്നേഹത്തിലേക്ക് തിരികെ പോകാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ലോകം നമ്മൾ ഓരോരുത്തരെയും പിടിച്ചു വലിക്കുന്നുണ്ട്. ഓർക്കുക, ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ ചാര നടക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു രക്തസ്രാവക്കാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അത്രത്തോളം ജീവിതത്തെ മടുത്ത് അല്ലെങ്കിൽ അത്രത്തോളം വേദനയോട് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു കാര്യം ഒരിക്കൽ പോലും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരണമെന്നില്ല. പക്ഷേ അവളുടെ വിശ്വാസ നിമിത്തമാണ് അവൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു വിശ്വാസ നിമിത്തം അവൾക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അവൾ അന്ന് എന്താണ് പറഞ്ഞത്? കർത്താവേ, നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മാത്രം മതി. ആ ഒരു വിശ്വാസ തമ്പുരാന്റെ മുമ്പിലേക്ക് ഏറ്റു പറയുമ്പോൾ അവിടുന്നും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കരുണ ചുരുങ്ങുകയാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെ എന്തെങ്കിലും തമ്പുരാൻ അളന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്കും കരുണ വർഷിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. സുവിശേഷം വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയുന്നത് പോലെ ഞാനും മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയാനും അവരെ കരുണയോടുകൂടി ചേർത്ത് പിടിക്കാനും വിളിക്കപ്പെട്ടവനാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർത്തിരിക്കാം. കാരണം ഈശോയിൽ ഭൂമി വിട്ട് കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും കരുണയുള്ളവനായിരിക്കാനാണ്. ഒരു വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ പൂർത്തീകരിച്ചു എന്നുള്ള കാര്യം ഓർക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ, നമ്മൾ ചെന്നെത്തുന്ന ഓരോ ജീവിത സാഹചര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങൾ, അങ്ങനെ ഓരോ സാഹചര്യത്തിലും ഈ കരുണ വർഷിക്കപ്പെടാൻ എനിക്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈശോ അത്രത്തോളം നമ്മളെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹത്തിനും കരുണയ്ക്ക് അപ്പുറം എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് എന്താണ് തമ്പുരാനെ കൊടുക്കാൻ പറ്റുന്നത്? ഈ രക്തസ്രാവക്കിരിയെ പോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ വിശ്വാസത്തെ എനിക്ക് ഏറ്റു പറയാൻ പറ്റുന്നുണ്ടോ? ആ ഒരു വിശ്വാസ സാക്ഷ്യം മാത്രം മതി എൻ്റെ ജീവിതത്തിൽ പലതും സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ ഒരു വാക്ക് കൊടുക്കാൻ പറ്റും. ജൈറോസിൻ്റെ മകളുടെ ജീവിതത്തിലും സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരു നിർജീവാവസ്ഥയിൽ കിടക്കുന്ന പലതും എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ട്. അവിടെ എല്ലാം തമ്പുരാൻ പറയുന്നത്, നിന്റെ വിശ്വാസം മാത്രം മതി, നിന്നെ ഒന്ന് കരകയറ്റാൻ. തീരുമാനമെടുക്കാം, തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈശോയുടെ കരുണയിലേക്ക് തിരികെ പോകാൻ അല്ലെങ്കിൽ ആ ഒരു കരുണ അനുഭവപ്പെടാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഒരു തിരുമണിക്കൂറിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈശോ എത്രത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് കരുണ ചൊരിഞ്ഞു നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. ഒരുപക്ഷെ സുവിശേഷം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യം, ആ ഒരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവിടത്തോട് അനുകമ്പ തോന്നി. ചോദ്യങ്ങൾ പല വിധത്തിലായിരിക്കും. എന്തുകൊണ്ട് അനുകമ്പ തോന്നി? ഒരുപക്ഷെ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കരുണയുടെ നേത്രങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. സുവിശേഷത്തിൽ ആട്ടിടയിലില്ലാത്ത ആധാരയെന്ന പോലെ ആ ഒരു ജനക്കൂട്ടത്തെ പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ കരുണയുടെ മിഴികളോടുകൂടി നമ്മൾ ആരെങ്കിലേക്ക് നോക്കുമ്പോൾ ചേർത്ത് പിടിക്കാനുള്ളൊരു വിളി കൂടിയുണ്ട് തമ്പുരാൻ്റെ ഭാഗത്തു നിന്ന്. ഒരു ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ആ കരുണയുടെ മിഴികൾ എൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനുള്ള കൃപ തരണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെ ഒരു ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയെ ശക്തിപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെതായുള്ള കാഴ്ചകൾക്ക് അപ്പുറത്തോട്ട് ആ ഒരു നേത്രം കൊണ്ട് ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം.
ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.